ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റി പ്ലാന്റ്സ്. ഇത് നമുക്കൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് നമ്മുടെ കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ്. നല്ല പിങ്ക് ഷെയ്ഡിലുള്ള ഒരു അടിപൊളി വെറൈറ്റിയാണിത്. ഇതിൻ്റെ ഡബിൾ ഷൂട്ട് തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഈ ഒരു സൈസിലാണ് കേട്ടോ വരുന്നത്. അടുത്തത് നമുക്ക് ഫേൺസിൻ്റെ 2 വെറൈറ്റീസാണുള്ളത്. ഫസ്റ്റ് വെറൈറ്റി ഇതാണ്. സെക്കൻഡ് നമ്മുടെ കോട്ടൺ കാൻഡി ഈ ഒരു സൈസിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും കോംബോ ആയിട്ട് നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റും. അടുത്ത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ നമുക്ക് സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് അലോക്കേഷ്യയുടെ വെറൈറ്റിയാണ്. ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് അലോക്കേഷ്യ ബ്രാൻസിഫോളിയ. ഇതും അത് 2 തൈകളാണ് കേട്ടോ ഉള്ളത്. അടുത്തത് നമ്മുടെ മിൽക്ക് കോൺഫെറ്റിയുടെ ചെറിയ തൈകളാണ്. ഇത് നമ്മുടെ സിസ്മാറ്റോഗ്ലോട്ടിസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. അടുത്തത് നമുക്കൊരു ഇൻഡോർ പ്ലാന്റാണ്. ഇത് വേരിഗേറ്റഡ് ഫേൺ ആണ്. ബുഷി പോട്ടാണ് വന്നിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ ഒരു ഫേൺ വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഷൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ. 1-2 പീസൊക്കെ മാത്രമേ ഇപ്പോൾ ക്ലിയറൻസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അടുത്തത് നമ്മുടെ നാനോക്ക് എന്ന വെറൈറ്റിയാണ്. നല്ല പിങ്ക് കളറിലുള്ള ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഇത് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. വാൻഡ്രിങ് ചൂ ആണ്. വെരിഗേറ്റഡ് വാൻഡ്രിങ് ചൂ. ഇത് നമ്മുടെ പീലിയാണ്. ഇതൊക്കെ ജിഫിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. നല്ലൊരു വെൽവെറ്റ് ടെക്സ്റ്റുള്ള ലീഫാണ് കേട്ടോ അതിനുള്ളത്. അടുത്തത് നമ്മുടെ വാട്ടർ മെലോൺ പെപ്പറോമിയാണ്. ഇത് നമുക്ക് ജിഫിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത് പെപ്പറോമിയോ തന്നെ 2 വെറൈറ്റീസാണ്. ഇത് നിങ്ങൾക്ക് കോംബോ ആയിട്ട് എടുക്കാൻ പറ്റും. നല്ല വേരിയേഷനൊക്കെ ഉള്ള 2 പുതിയ വെറൈറ്റീസാണല്ലോ. അടുത്ത നമ്മുടെ ഇംഗ്ലീഷ് ഐവി എന്ന വെറൈറ്റിയാണ്. ഇത് വേരിഗേറ്റഡ് റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല പിങ്ക് ഷെയ്ഡിലുള്ള പുതിയ ഇലകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ജിഫിയിലുള്ള തൈകളാണ്. അടുത്ത നമ്മുടെ റിഗാലെ ഷീൽഡിൻ്റെ വലിയ സൈസിലുള്ള 2 തൈകൾ മാത്രം നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈകളാണുള്ളത്. അടുത്തത് നമ്മുടെ ബ്രോംലിയാഡിൻ്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇതിൽ നല്ല വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വലിയ സൈസിലുള്ള തൈകളുണ്ട്. ഈ ഒരു സൈസിലുള്ള കുറച്ച് ചെറിയ തൈകളുണ്ട് കേട്ടോ. അടുത്ത് നമ്മുടെ ഫിലോ വെറൈറ്റി ആയ പരാസോറിൻ്റെയാണ്. നല്ല വേരിയേഷനൊക്കെ വന്നിട്ടുള്ള നല്ല സൈസിലുള്ള ഒരു തൈ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഡിഫംബച്ചിയുടെ കുറച്ച് തൈകളുണ്ട് കേട്ടോ. ഡിഫംബച്ചിയുടെ റിഫ്ലക്റ്റർ, അതുപോലെ തന്നെ ഈ 3 വെറൈറ്റീസ് നിങ്ങൾക്ക് ഒന്നിച്ച് വേണമെങ്കിൽ കോംബോ ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ സിംഗിളായിട്ട് വാങ്ങിക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓരോ സെറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്കൊരു ഫിലോ വെറൈറ്റി തന്നെയാണ്. ഇത് നമുക്ക് ഈ സൈസിലുള്ള തൈകളും കുറച്ച് വലിയ സൈസിലുള്ള തൈകളും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിലോ വെറൈറ്റി തന്നെയാണ്. ഇനി നമുക്ക് അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ്. അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ്. അതുപോലെ നമ്മുടെ മോൺസ്ട്ര ഡെലിഷ്യോസയുടെ ചെറിയ തൈകൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ജിഫിയിലുള്ള കുറച്ച് ആന്തൂറിയൻ തൈകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലത്തെ ഈ ഒരു സൈസിലുള്ള തൈകളാണുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട്സൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള തൈകളാണ് കേട്ടോ. ഇത് ആന്തൂറിയം ബ്രൗണി. ഇതിൻ്റെ വലിയ മദർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ആന്തൂറിയം ദോരിയോക്കി. നല്ല റൂട്ട്സൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയ തൈകളാണ് കേട്ടോ. ഇതും ആന്തൂറിയത്തിൻ്റെ വെറൈറ്റി തന്നെയാണ്. ആന്തൂറിയം വിറ്റാർഫോളിയം. ഇത് നമ്മുടെ ആന്തൂറിയ റിഗാലയാണ്. ഇതൊക്കെ മദർ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ വലിയ റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെറിയ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഫിലോണ്ടൻ ഷാരോണൈ. ഇത് നമുക്ക് ജിഫിയിൽ വന്നിട്ടുള്ളതാണ്. ഇത് അതുപോലെ തന്നെ ഫിലോണ്ടൻ സിൽവർ സോഡിൻ്റെ ചെറിയ തൈകളാണ്. അടുത്ത അലോക്കേഷ്യ പിങ്ക് ഡ്രാഗൺ. നല്ല ഗ്ലേസിങ്ങുള്ള ഇലകളോട് കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. അടുത്തത് ഫിലോണ്ടൻ ഫാറ്റ് ബോയ് ആണ്. നല്ല തടിച്ച തണ്ടുകളോടുകൂടി ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ പ്ലാന്റിന് കുറച്ച് ഈ സൈസിലുള്ള തൈകൾ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫിലോ ബ്രസീൽ, അതുപോലെ നമ്മുടെ മിൽക്കി ബാമ്പു 2-3 വെറൈറ്റി കുറച്ച് തൈകൾ അവൈലബിൾ ആണ് കേട്ടോ.
ഈ 3 വെറൈറ്റിയാണ് കേട്ടോ. ഇത് കോംബോ ആയിട്ട് എടുക്കാൻ പറ്റും, സിംഗിളായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. കലേഡിയത്തിൻ്റെ 1-2 പീസ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ കോൺഫെറ്റി, സിങ്കോണിയം കോൺഫെറ്റി ഈ ഒരു സൈസിലുള്ള ഒറ്റ പീസ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ആന്തൂറിയം, ലക്ഷൂറിയൻ ഇതുപോലെ സൈസിലുള്ളത് 2 തൈകളാണ് കേട്ടോ. ജിഫിയിലാണ് ഞാനത് പോട്ടിലേക്ക് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു പോട്ടിലാണ് കേട്ടോ ജിഫി പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സൈസിലുള്ള കുഞ്ഞു സൈസിലുള്ള ചട്ടിയിൽ തന്നെ മാത്രം വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മുടെ പഴയ വെറൈറ്റി ഒരു അഗ്ലോണിമാണ്, സിൽവർ കളർ അഗ്ലോണിമ. ഇത് നമുക്ക് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി തന്നെയാണ്. ഇപ്പോൾ ഇരുട്ടായി കേട്ടോ, നമ്മുടെ വെളിച്ചമൊക്കെ പോയി, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പഴയ വെറൈറ്റി അഗ്ലോണിമയുടെ തൈകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് പ്രിൻസസിൻ്റെ ജിപ്പിയിലുള്ള തൈയാണിത്, ഡബിൾ ഷൂട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ കലേഡിയത്തിൻ്റെ ആർമി കലേഡി എന്ന വെറൈറ്റിയാണ്. ഇനി നമുക്ക് ആന്തൂറിയം ബസ് ഈ സൈസിലുള്ള ഒറ്റ പീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതും നമ്മുടെ അഗ്ലോണിമയുടെ പിങ്ക് ലിപ്സ്റ്റിക് എന്ന വെറൈറ്റിയാണ്. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള കുറച്ച് ബ്രോംലിയാഡിൻ്റെ കുറച്ച് പീസ് മാത്രം നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ. ഇനി പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.